നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവത്തൂരിൽ നടന്ന BJP CPM സംഘർഷത്തെ തുടർന്ന് BJP ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. BJP ഹർത്താലിൽ ജില്ലയിൽ പലയിടങ്ങളിലും സംഘർഷം. കാസർഗോഡ് ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നേരിയ സംഘർഷം. CPM ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ BJP സ്വാധീന മേഖലയിൽ പ്രതികരണമുണ്ടാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ഉപ്പളയിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമകൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് INTUC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. ചെറുവത്തൂരിൽ നടന്ന BJP CPM സംഘർഷത്തെ തുടർന്ന് BJP ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ചെറുവത്തൂരിൽ നിന്നും ചീമേനിയിലേക്ക് BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സംരക്ഷണ പദയാത്രയ്ക്കിടെ CPM പ്രവർത്തകരുമായുണ്ടായ സംഘർഷത്തിനൊടുവിലാണ് ജില്ലയിൽ ഹർത്താൽ നടത്താൻ BJP തീരുമാനിച്ചത്. പുലർച്ചെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ നടത്തിയ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. ജില്ലയുടെ വടക്കൻ മേഖലകളിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചെറിയ സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ച് മറ്റൊന്നും നിരത്തിലോടിയില്ല. എന്നാൽ ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പലയിടങ്ങളും കടകളും മറ്റും തുറന്നു പ്രവർത്തിച്ചു. ജില്ലയിൽ പ്രഖ്യാപിച്ച അപ്രതീക്ഷിത ഹർത്താൽ യാത്രക്കാരെ ഏറെ ബാധിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയവർ പലരും വാഹനങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടി. രാവിലെ 10-ന് കറന്തക്കാടിൽ നിന്നും ആരംഭിച്ച BJP പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു കൂടി പോയ പ്രകടനം തിരിച്ച് കറന്തക്കാടിൽ തന്നെ അവസാനിച്ചു. പ്രകടനത്തിൽ BJP സംസ്ഥാന നേതാക്കളായ K. സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, P. രമേശ്, അനിത നായിക്, കുണ്ടാർ രവീശതന്ത്രി, സുധാമ ഗോസാഡ തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP ഹർത്താലിൽ ജില്ലയിൽ പലയിടങ്ങളിലും സംഘർഷം. കാസർഗോഡ് ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നേരിയ സംഘർഷമുണ്ടായി. ചെറുവത്തൂരിൽ BJP CPM സംഘർഷത്തെ തുടർന്ന് BJP ജില്ലയിൽ പ്രഖ്യാപിച്ച ഹർത്താലിൽ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. കാസർഗോഡ് ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നേരിയ സംഘർഷമുണ്ടായി. CPM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്കിന് നേരെയും ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. ജില്ലയുടെ പല ഭാഗങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. കാസർഗോഡ് ടൗണിൽ അടഞ്ഞുകിടന്ന പല കടകൾക്കു നേരെ കല്ലേറുമുണ്ടായി. കാസർഗോഡ് ചൂരിയിൽ ഹർത്താൽ അനുകൂലികളും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. കനത്ത പോലീസ് സന്നാഹം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നു. കാസർഗോഡ് സംഘർഷ സ്ഥലത്ത് പോലീസ് കണ്ണീർ വാതകവും ഗ്രനേഡും പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിടുകയായിരുന്നു. ചീമേനിയിലും ചെറുവത്തൂരും അടക്കമുള്ള CPM ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ BJP സ്വാധീന മേഖലയിൽ പ്രതികരണമുണ്ടാകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്.
ചീമേനിയും ചെറുവത്തൂരും അടക്കമുള്ള CPM ശക്തി കേന്ദ്രങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം തടഞ്ഞാൽ BJP ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ നൽകിയത്. ചെറുവത്തൂരിൽ BJP പദയാത്രയ്ക്ക് നേരെ CPM അക്രമം നടത്തിയെന്നാരോപിച്ച് BJP ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രമസമാധാനം ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ചെറുവത്തൂരിലും ചീമേനിയിലും CPM ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടാവും. ഞങ്ങൾ ഒരു സംശയവുമില്ല, കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ CPM അവിടെ അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഇവിടെ ഉണ്ടാവും. ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല, ജനങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണമാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. അവിടെ CPM അക്രമം അവസാനിപ്പിക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്രമസമാധാനത്തിന്റെ ചുമതല കേന്ദ്രസേനയ്ക്ക് വിട്ടു നൽകാൻ LDF സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്രമസമാധാനത്തിന്റെ ചുമതല കേന്ദ്രസേനയെ ഏൽപ്പിക്കാൻ പിണറായി സർക്കാർ തയ്യാറാവണം, പിണറായി വിജയൻ തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, കുണ്ട രവീശതന്ത്രി, P. രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹർത്താലിന്റെ മറവിൽ RSSകാർ CPM കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തു എന്നാരോപിച്ച് പ്രതിഷേധവുമായി CPIM. BJP ജില്ലയിൽ നടത്തിയ ഹർത്താലിന്റെ മറവിൽ RSSകാർ CPM കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാരോപിച്ചാണ് CPM നേതാക്കൾ രംഗത്ത് വന്നത്. പാറക്കട്ടയിലെ AKG സ്മാരക വായനശാലയ്ക്ക് നേരെ അക്രമം നടത്തി ഫർണിച്ചറും പുസ്തകങ്ങളും നശിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CH കുഞ്ഞമ്പു, M. സുമതി, KAM ഹനീഫ, രവീന്ദ്രൻ, MK രവീന്ദ്രൻ തുടങ്ങിയവർ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഉപ്പളയിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം, 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമകൾ. ഉപ്പള റഹ്മത്ത് മൻസിലിൽ അബൂബക്കർ ഹാജിയുടെയും പാർട്ട്ണർമാരുടെയും ഉടമസ്ഥതയിൽ കൈക്കമ്പയിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിനാണ് പുലർച്ചെയോടെ വൻ തീപിടുത്തമുണ്ടായത്. ഫർണിച്ചർ നിർമ്മാണത്തിനായി വച്ചിരുന്ന വിലപിടിപ്പുള്ള മരഉരുപ്പടികളും മോട്ടോറും കത്തിനശിച്ചു. ഉപ്പള, കാസർഗോഡ് സ്റ്റേഷനുകളിൽ നിന്നായി 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് INTUC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. INTUC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നഗരത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. CG ടോണി അധ്യക്ഷത വഹിച്ചു. ഹാരിസ്, ഉമേഷ് ചണങ്കൂർ, അബൂബക്കർ തുരത്തി, ഹരീന്ദ്രൻ, കമലാക്ഷ സുവർണ, സോണി, ശിവരാമ പൈക്ക, സൈനുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേസ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. P. സ്മാരക മന്ദിരത്തിലായിരുന്നു സമ്മേളനം നടന്നത്. കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേസ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം P. സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു നടന്നത്. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം കൂടി കഴിഞ്ഞാൽ പൊതുവിൽ ഈ രംഗത്തുള്ള സർവേയർമാരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നിവേദനങ്ങളൊക്കെ നൽകാറുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിയുമോ, ഏതൊക്കെ ചെയ്യാൻ പറ്റും, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊന്നുകൂടി പരിശോധിച്ചാൽ മാത്രമാണ് അവസാനമായി KSLSF ജനറൽ സെക്രട്ടറി MA സന്തോഷ് കുമാർ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ മുഖ്യാതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, HR ശ്രീധരൻ, റംഷീദ് H, MA നാരായണൻ, K മുഹമ്മദ് കുഞ്ഞി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, സുനിൽ കുമാർ, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടമത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിച്ചു. സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുകൂടൽ. വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് നിറശോഭയോടെ തിളങ്ങുന്ന കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയുടെ നിറവിലാണ്. വൈവിധ്യങ്ങളായ പരിപാടികളോടെ വിദ്യാലയം ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിലാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ വിവിധ മേഖലകളിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടന്നത്. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ശതാബ്ദി ആഘോഷം നമ്മൾ നടത്തുമ്പോൾ, അനുബന്ധ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വരുന്ന ആളുകളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മെച്ചപ്പെട്ട പുരോഗതി തന്നെയാണ്. ഈ സ്ഥാപനം ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വർഷങ്ങളോളം ഏറ്റവും ശ്രദ്ധേയമായ അക്കാഡമിക് നിലവാരം വെച്ച് പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള അഭിമാനാർഹമായിട്ടുള്ള അനുഭവ സമ്പത്ത് നമ്മുടെ മുന്നിലുണ്ട്.
ജില്ലയിൽ. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും 100% വിജയം നേടിക്കൊണ്ട് അക്കാഡമി രംഗത്ത് മികവ് പുലർത്തിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്കൂൾ PTA പ്രസിഡന്റ് ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ താരം ഋഷഭാബ സംഗമത്തിലെ വിശിഷ്ടാതിഥിയായിരുന്നു. സൂര്യനാരായണ കുഞ്ചുരായർ, PV ദേവരാജൻ, NK ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രകാശൻ മുണ്ടക്കണ്ടൻ സ്വാഗതവും M സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും അരങ്ങിലെത്തി. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ നടന്ന സമൂഹ വിവാഹ ചടങ്ങ് നന്മകൾ കൊണ്ട് ശ്രേഷ്ഠമായി. മുസ്ലിം യത്തീംഖാനയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവാഹ ചടങ്ങിന് ആയിരങ്ങൾ സാക്ഷിയെ. തങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമായി മാറി സ്ഥാപനത്തിന്റെ മുറ്റത്ത് വീണ്ടും ഒരിക്കൽ കൂടി എത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് ജീവിത പങ്കാളിയെ. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ നടന്ന 4 ജോഡികളുടെ വിവാഹ ചടങ്ങുകളാണ് അതിന്റെ നന്മകൾ കൊണ്ട് ശ്രേഷ്ഠമായത്. യത്തീംഖാന കമ്മിറ്റി മുൻകൈയെടുത്താണ് അന്തേവാസികളായ 4 യുവതികൾക്ക് ഞായറാഴ്ച മംഗല്യഭാഗ്യമേകിയത്. തോട്ടം ആനപ്പാറ ഹൗസിൽ മുഹമ്മദ് അലി ആയിഷ ദമ്പതിമാരുടെ മകളും അഫ്സൽ ഉലമ ഡിഗ്രി വിദ്യാർത്ഥിനിയുമായ ഉമ്മു ഹാനിയെ, പനത്തടി സിറാജ് മൻസിലിൽ അഷ്റഫ് ഖദീജ ദമ്പതിമാരുടെ മകനും യത്തീംഖാന പൂർവ്വ വിദ്യാർത്ഥിയുമായ അക്ബർ ജീവിത സഖിയായി സ്വീകരിച്ചു. കുടക് സ്വദേശികളും മുറിയനാവിയിൽ താമസക്കാരുമായ മുഹമ്മദ് ആസിയ ദമ്പതിമാരുടെ മകൾ റസീനയെ കൊല്ലംപാറ നെല്ലിയടുക്കത്തെ CH അബ്ദുൾ റഹ്മാൻ റുക്കിയ ദമ്പതിമാരുടെ മകൻ റാഷിദാണ് വധുവായി സ്വീകരിച്ചത്. അജാനൂർ കടപ്പുറം പരേതനായ പടിഞ്ഞാർ അബ്ദുള്ളയുടെയും ജമീലയുടെയും മകൾ റാബിയയെ മുണ്ടോട്ട് അരീക്കര ഹൗസിലെ പരേതനായ BK ഉമ്മറിന്റെയും കൈച്ചുമ്മയുടെയും മകൻ ബിലാലാണ് ജീവിത പങ്കാളിയാക്കിയത്. കല്ലൂരാവിയിലെ യൂസഫ് സുഹറ ദമ്പതിമാരുടെ മകൻ മുഹമ്മദ് റഫീഖ് യത്തീംഖാനയിലെ ജാഷിറയെ വിവാഹം ചെയ്തു. ഇതോടെ 22 യുവാക്കൾക്കാണ് യത്തീംഖാനയുടെ തണലിൽ പുതിയ ജീവിതം നേടാനായത്. സംയുക്ത കാസി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി, സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, B അബ്ദുൾ സത്താർ ഹാജി, C കുഞ്ഞാമത് ഹാജി, C മുഹമ്മദ് കുഞ്ഞി, കാറ്റാടി കുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിയങ്ങാനം ഗവൺമെന്റ് LP സ്കൂൾ വജ്ര ജൂബിലിയുടെ നിറവിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 1 വർഷം നീളുന്ന വജ്ര ജൂബിലി ആഘോഷ പരിപാടികളാണ് പെരിയങ്ങാനം ഗവൺമെന്റ് LP സ്കൂളിൽ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തത്. വിദ്യാലയങ്ങളുടെ വളർച്ചയ്ക്ക് സർക്കാരിനേക്കാൾ മുൻകൈയെടുക്കേണ്ടത് പ്രദേശവാസികളാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പല വിദ്യാലയങ്ങളും അപ്ഗ്രേഡ് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കുട്ടികളുടെ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മാത്രമല്ല, പിന്നോക്ക സമുദായങ്ങൾ ഉൾപ്പെടെ, മുന്നോക്ക വിഭാഗങ്ങളിൽ പെട്ട പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പെടാപ്പാടുപെടുന്നൊരു കാലം. അതാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നൊരു കാലം. അത്തരമൊരു സാഹചര്യത്തിൽ ആരും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P രാജൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് MV പ്രസന്നകുമാർ വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾ വിശദീകരിച്ചു. രാധാ വിജയൻ, ലിസി വർക്കി, CV ബാലകൃഷ്ണൻ, K ഭാസ്കരൻ, CV ഗോപകുമാർ, T അനാമയൻ എന്നിവർ സംസാരിച്ചു. K കുഞ്ഞിരാമൻ സ്വാഗതവും ME കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സ്കൂൾ മദർ PTA നേതൃത്വത്തിലുള്ള തിരുവാതിരയും കലാപരിപാടികളുടെ ഭാഗമായി നടത്തി. അച്ചാന്തുരുത്തി യൂത്ത് നാഷണൽ തിയേറ്റേഴ്സിന്റെ 34ാം വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. ചിന്തയിലും പ്രവർത്തനത്തിലും എന്നും വ്യത്യസ്തത പുലർത്തിയ സംഘടന തിരോത്സവം എന്ന പേരിലാണ് വാർഷികം ആഘോഷിച്ചത്. സമാപന സമ്മേളനം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ ശല്യമായി. അങ്ങനെ കുരങ്ങിനെ പിടിക്കാൻ വേണ്ടി അവർ യന്ത്രം ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഈ എലി പിടിക്കാനുള്ള എലിപ്പത്തായി പോലെയുള്ളതല്ല, പക്ഷെ അതുമായി അല്പം ഒരു സാദൃശ്യമുള്ള യന്ത്രം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല. നമ്മൾ കക്കിരിക്ക, വെള്ളരിക്ക പോലെയുള്ള ഒരു 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 പച്ചക്കറി അവിടെയുണ്ട്. ഒരു നീണ്ട ഒരു സാധനം, നല്ല കടുത്ത കട്ടിയുള്ള ആഭരണമാണ് വെജിറ്റബിൾ. അതിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ വിത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരറ്റത്ത് വിട്ടു, എന്നിട്ട് വിത്ത് മുഴുവൻ പുറത്തേക്ക്. കുരങ്ങിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം അത് കശുവണ്ടി പോലെയുള്ള നല്ല മനോഹരമായ കുരങ്ങിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം അതിൻ്റെ അകത്ത് കുറേണം വെച്ചിട്ട് ഈ വെള്ളരിക്ക പോലെയുള്ള പച്ചക്കറി ആ സാധനത്തിന് ഒരു ബെഞ്ചിന്മേൽ വെച്ചിട്ടുണ്ട്. കുരങ്ങ് വന്നിട്ട് അതിൽ ഏറ്റവും സ്വാദിഷ്ടമായ വിഭവം
അതിൻ്റെ ഗന്ധം അതിൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ്. അവസാനം കണ്ടെത്തി സംഗതി അതിൻ്റെ അകത്തായിരുന്നു. DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ സമാപന ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്നു. KV കൃഷ്ണൻ, V കുഞ്ഞമ്പാടി, TV ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം യൂത്ത് നാഷണൽ തിയേറ്റേഴ്സിന്റെ രക്ഷാധികാരി P ചന്ദൻ നിർവഹിച്ചു. സെക്രട്ടറി മെട്ടത്ത് വേണു സ്വാഗതവും വൈസ് പ്രസിഡന്റ് VK സുരേശൻ നന്ദിയും പറഞ്ഞു. മെഗാ തിരുവാതിര, ഒപ്പന, പൂരക്കളി എന്നീ കലാപ്രകടനങ്ങളും സമാപന ചടങ്ങിൽ വേദിയിലെത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പരിപാടികൾക്ക് കൈത്താങ്ങായി KSB വർക്കേഴ്സ് അസോസിയേഷൻ സൗജന്യമായി വയറിംഗ് ജോലികൾ ചെയ്ത് സംഘടന മാതൃകയായി. ചെറുവത്തൂർ പഞ്ചായത്തിലെ മൈച്ച പടിഞ്ഞാറെ കണ്ണംകുളത്ത് ചിരതക്കുഞ്ഞിയുടെ വീട്ടിലാണ് അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഫലം വാങ്ങാതെ വയറിംഗ് നടത്തിക്കൊടുത്തത്. CATU നേതൃത്വം നൽകുന്ന KSB വർക്കേഴ്സ് അസോസിയേഷന്റെ പിലിക്കോട് സെക്ഷനിലെ ജീവനക്കാരാണ് വയറിംഗ് ജോലി പൂർത്തിയാക്കി ഓലമേഞ്ഞ വീട്ടിൽ വൈദ്യുതി കണക്ഷനും നൽകിയത്. അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ലക്ഷ്മണൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഈ വരുന്ന മാർച്ച് 31-നകം കേരളത്തിലെ ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന വീടുകൾ സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ശ്രീ MM മണി ഊർജ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്ത് വാർഡംഗം KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ V കൃഷ്ണൻ, V ജനാർദ്ദനൻ, MA പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. K കൃഷ്ണൻ സ്വാഗതവും കോളിക്കര സുരേഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പരിപാടിയുടെ ഭാഗമായി KSB വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനം മറ്റുള്ളവർക്കും മാതൃകയായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂരിൽ നടന്ന BJP CPM സംഘർഷത്തെ തുടർന്ന് BJP ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. BJP ഹർത്താലിൽ ജില്ലയിൽ പലയിടങ്ങളിലും സംഘർഷം. കാസർഗോഡ് ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നേരിയ സംഘർഷം. CPM ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ BJP സ്വാധീന മേഖലയിൽ പ്രതികരണമുണ്ടാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. ഉപ്പളയിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമകൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് INTUC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.